ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1610. ഇന്ന് മെയ് മാസം 28-ാം തീയതി 149-ാമത്തെ ദിവസത്തിലെത്തി. അന്നു വേണ്ട അപ്പം ഓരോ ദിവസവും ഞങ്ങൾക്ക് തരണമേ എന്ന് ക്രിസ്തുയേശു പ്രാർത്ഥിക്കാൻ നമ്മളെ പഠിപ്പിച്ചിരുന്നു. വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തില് നമുക്ക് വേണ്ടി ഇപ്പോഴും അത് അവിടെ കാത്തുകിടപ്പുണ്ട്. നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇന്ന് കയ്യിലുള്ളതിലേക്ക് നോക്കി നമ്മൾ എപ്പോഴെങ്കിലും നന്ദി പറയുന്നുണ്ടോ? സംശയമാണ് കേട്ടോ. നമ്മൾ നാളെ എന്തൊക്കെ ഉണ്ടാകുമെന്ന് വെറുതെ ചിന്തിച്ച് ആകുലപ്പെടാനാണ് ഇഷ്ടപ്പെടുന്നത്. പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാമോ എന്ന മനുഷ്യന്റെ ചോദ്യത്തിന് ഉത്തരമായി ദൈവത്തിന്റെ പുത്രൻ പഠിപ്പിക്കുന്നത് അന്നന്നത്തിനു വേണ്ട അപ്പത്തിനു വേണ്ടി മാത്രം പ്രാർത്ഥിക്കാനാണ്. നാളേക്ക് വേണ്ടി സംഭരിക്കാനുള്ള വ്യഗ്രതയിൽ നിന്നാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്നതെന്ന് യേശുവും മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഏതാണ്ട് 30 വർഷം നീണ്ടുനിന്ന മനുഷ്യരോടൊത്തുള്ള സഹവാസം കൊണ്ട്. മേശപ്പുറത്ത് വിളമ്പുന്നത് ഭക്ഷിപ്പീൻ എന്നൊരു മുന്നറിയിപ്പ് കൂടി, ഉപദേശം കൂടി യേശു നൽകുന്നില്ല ഇതേ സുവിശേഷത്തിന്റെ 10-ാം അധ്യായത്തില്. അതൊരു വിശ്വാസത്തിന്റെ പ്രത്യാശയുടെ ഭാഗം കൂടിയാണ്. വിളിച്ച് വേർതിരിച്ച് ഇത്രത്തോളം വഴി നടത്തിയ ദൈവം വേണ്ടുന്നത് മുമ്പോട്ടുള്ള വഴികളിൽ കരുതി വെക്കുമെന്നുള്ളൊരു വിശ്വാസം കൂടിയാണ്. ഈ പ്രത്യാശയാണ് നമ്മൾ എങ്ങനെയൊക്കെയോ നഷ്ടപ്പെടുത്തുന്നത്. മേശപ്പുറത്ത് വിളമ്പുന്നത് ഭക്ഷിക്കണം. അത് നമുക്ക് വേണ്ടി ഉടയവൻ ചിലത് കരുതുമെന്നുള്ള ഒരു ഉറപ്പാണ്. അതാണ് നമുക്കെപ്പോഴോ നഷ്ടപ്പെട്ടത്. ഇങ്ങനെ മന്നയൊക്കെ ആകാശത്ത് നിന്ന് പൊഴിയുന്നതിനെ കുറിച്ച് ഓരോരോ ദിവസത്തേക്ക് മാത്രമുള്ളത് ശേഖരിക്കണമെന്ന ആ ഒരു വ്യവസ്ഥയെക്കുറിച്ചൊക്കെ ഒന്ന് ഓർക്കുന്നല്ലതാ. പുറപ്പാടിന്റെ പുസ്തകം 16-ാം അധ്യായം. എന്നിട്ടോ കൂടുതൽ ശേഖരിക്കുന്നുണ്ട്, നാളെ കിട്ടുമോ എന്നുള്ള ഒരു ആകുലതയില്. ഒടുവില് അളന്നു നോക്കുമ്പോൾ കൂടുതൽ ശേഖരിച്ചവർക്ക് കൂടുതലോ കുറഞ്ഞുപോയവർക്ക് ഒരു കുറവോ ഉണ്ടായില്ല എന്നുകൂടി വായിക്കേണ്ടി വരുമ്പോൾ വല്ലാത്ത വിസ്മയം തോന്നുന്നുണ്ട്. അന്നന്നത്തെ ദിവസത്തിന് വേണ്ട അപ്പം എന്നതിനേക്കാൾ അത് വയറിന്റെ വിശപ്പിനെ ശമിപ്പിക്കാനുള്ളതായി മാത്രം അതിനെ പരിമിതപ്പെടുത്തിക്കൂടാ. ശരീരത്തിനോടൊപ്പം മനസ്സിനും ആത്മാവിനും വിശപ്പുണ്ട്. ആത്മീയ വിശപ്പ് അകറ്റാനുള്ള അപ്പം കൂടി ഓരോ ദിവസവും നമ്മൾ യാചിക്കണ്ടേ, ആഗ്രഹിക്കണ്ടേ? അന്നന്നു വേണ്ട വചനം തരണമേ, ഓരോ ദിവസത്തേക്കുമുള്ള കൃപ തരണമേ, ഓരോ ദിനത്തേക്കുമുള്ള സ്നേഹം തരണമേ, ഓരോ ദിനത്തേക്കുമുള്ള അഭിഷേകം തരണമേ എന്നൊക്കെ പ്രാർത്ഥിപ്പാനും നമ്മളൊന്ന് പഠിക്കേണ്ടെന്നല്ല, നമ്മളൊന്ന് മുതിരണ്ടേ, വളരണ്ടേ. ആമേൻ.